SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ ആദരിക്കാനായി ചേർത്തല യൂണിയന്റെ നേതൃത്വത്തിൽ യോഗം. SNDP യോഗം ജനറൽ സെക്രട്ടറിയായി 30 വർഷം പൂർത്തിയായതിന്റെ ആഘോഷമാണ് നടക്കുന്നത്. മുഖ്യമന്ത്രിയും സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. തത്സമയ സംരക്ഷണത്തിലേക്ക്. SN ട്രസ്റ്റിന്റെ അമരക്കാരനായും ഇതേ കാലയളവിൽ അദ്ദേഹം തുറന്നു വരികയാണ്. അപ്പോൾ രണ്ട് സുപ്രധാന ചരിത്ര നിയോഗങ്ങളുടെ നെറുകയിൽ വെള്ളാപ്പള്ളി എത്തി നിൽക്കുന്നു. അദ്ദേഹത്തിന് ഉചിതമായ സ്വീകരണം തന്നെയാണ് ഇവിടെ നിങ്ങൾ ഒരുക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ആദ്യമേ തന്നെ അത്തരമൊരു സ്വീകരണം ഒരുക്കാൻ മുൻകൈയെടുത്ത എല്ലാവരെയും ഹാർദമായി അഭിനന്ദിക്കട്ടെ. നമ്മുടെ സമൂഹത്തിൽ തുടർച്ചയായി സ്നേഹവിശ്വാസങ്ങൾ നേടിയെടുക്കുക, അത് നിലനിർത്തിക്കൊണ്ടു പോവുക, അണികളും പ്രസ്ഥാനവും ആവശ്യപ്പെടുന്ന രീതിയിൽ പ്രവർത്തിക്കാനുള്ള ആർജവം കാണിക്കുക, ഇതൊക്കെ എളുപ്പമുള്ള കാര്യമല്ല. ആ എളുപ്പമല്ലാത്ത കാര്യമാണ് അല്പം അനായാസമായി തന്നെ ശ്രീ വെള്ളാപ്പള്ളി നിർവഹിച്ചു പോന്നിട്ടുള്ളത്. ഒന്നിനൊന്ന് മെച്ചപ്പെട്ട രീതിയിൽ കാര്യങ്ങൾ നിർവഹിക്കാൻ അദ്ദേഹം സന്നദ്ധനായിട്ടുണ്ട് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ പ്രവർത്തന ചരിത്രം പരിശോധിച്ചാൽ കാണാൻ കഴിയുക. ഒരു സംഘടനയുടെ അമരക്കാരനായിരുന്ന് ആ സംഘടനയ്ക്ക് ദൗർബല്യങ്ങൾ ഉണ്ടാക്കത്തക്ക രീതിയിലുള്ള ഇടപെടലുകളല്ല, നേരെ മറിച്ച് കൂടുതൽ വളർച്ചയിലേക്ക് സംഘടനയെ നയിക്കാനാണ് അദ്ദേഹം ശ്രമിച്ചിട്ടുള്ളത്. അതിന് പ്രത്യേക അഭിനന്ദനം ശ്രീ വെള്ളാപ്പള്ളി അർഹിക്കുന്നു. ശ്രീനാരായണ പ്രസ്ഥാനത്തിൻ്റെ ചരിത്രത്തിൽ സവിശേഷ സ്ഥാനമുള്ള നാടാണ് ചേർത്തല. ഇവിടെ ബഹുമാനായ അധ്യക്ഷൻ പ്രത്യേകമായി എടുത്തു പറയുകയുണ്ടായി, ഈ വിദ്യാലയം ശ്രീനാരായണ സ്മരണകൾ നിറഞ്ഞു നിൽക്കുന്ന ഒന്നാണ്. അതേപോലെ തന്നെ ഗുരുവിൻ്റെ പാദസ്പർശമേറ്റ പവിത്രമായ മണ്ണാണിത്. ഇവിടെ ഇനി വിദ്യാലയങ്ങൾ സ്ഥാപിക്കാനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത് എന്ന് ശ്രീനാരായണ ഗുരു തന്നെ ഒരു ഘട്ടത്തിൽ തന്നെ സമീപിച്ചവരോട് പറഞ്ഞത് ചരിത്ര വസ്തുതയാണ്. ഇവിടെയുള്ളവർ സ്കൂളിൻ്റെ ആവശ്യമുയർത്തിയപ്പോൾ ഒരു ശങ്കയുമില്ലാതെ ഈ ഭൂമി ശ്രീനാരായണ ഗുരുവാണ് വിട്ടുകൊടുത്തത് എന്നത് നേരത്തെ ഇവിടെ
ബഹുമാനായ അധ്യക്ഷൻ എടുത്തു പറയുകയുണ്ടായി. വിദ്യ അഭ്യസിക്കുന്നതിന് അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് ഏറ്റവും അധികം നാടിനെ ഉണർത്തുമാറ് ബോധവൽക്കരണം നടത്തിയ ഗുരുവായിരുന്നു ശ്രീനാരായണ ഗുരു. യഥാർത്ഥത്തിൽ ഈ സ്ഥാപനം നിലനിൽക്കുന്ന കാലത്തോളം ശ്രീനാരായണ ഗുരുവിൻ്റെ സ്മരണയും വലിയ തോതിൽ ഉയർന്നു നിൽക്കുകയാണ്. ഈ വിദ്യാലയത്തിൻ്റെ പ്രത്യേകത, ഏത് വിദ്യാലയത്തിലും ഒരുപാട് പേര് ആ വിദ്യാലയത്തിലൂടെ കടന്നു വന്ന് സമൂഹത്തിൻ്റെ ഉയർന്ന സ്ഥാനങ്ങളിൽ ഇരിക്കാറുണ്ട്. പക്ഷേ ഒരുപാട് വിശിഷ്ട വ്യക്തിത്വങ്ങളെ സംഭാവന ചെയ്ത വിദ്യാലയമാണ്. വയലാർ രാമവർമ്മ, വയലാർ രവി, KR ഗൗരിയമ്മ, സുശീല ഗോപാലൻ, AK ആൻ്റണി, CK ചന്ദ്രപ്പൻ, അങ്ങനെ നീളുകയാണ് ആ നിര. ഇത്തരത്തിൽ ചരിത്ര പ്രാധാന്യമുള്ള ഒരു വിദ്യാലയത്തിൽ വെച്ച് തന്നെ ഈ ആദരിക്കൽ ചടങ്ങ് നടക്കുന്നു എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്. ഇവിടെ SNDP യോഗത്തിൻ്റെ അമരക്കാരനായി 3 ദശാബ്ദം ഇരിക്കുക എന്ന് പറയുമ്പോൾ കുമാരനാശാൻ പോലും 16 വർഷമേ ഈ സ്ഥാനത്ത് തുറന്നിരുന്നുള്ളൂ എന്നത് നാം ഓർക്കേണ്ടതാണ്. ഗുരു സന്ദേശങ്ങളെ പ്രായോഗിക പ്രവർത്തനങ്ങളുമായി സമഞ്ജസമായി സമന്വയിപ്പിച്ചുകൊണ്ട് വെള്ളാപ്പള്ളിക്ക് ഈ 3 പതിറ്റാണ്ട് കാലം ഈ സംഘടനയ്ക്ക് നേതൃത്വം കൊടുത്ത് പ്രവർത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയും കർമ്മനിരതമായ നേതൃത്വം യോഗത്തിന് ഉണ്ടാവുമെന്ന് തന്നെ നമുക്കെല്ലാവർക്കും അറിയാം. ആത്മാഭിമാനത്തോടെ തലയുയർത്തിപ്പിടിച്ച് നിൽക്കാൻ വേണ്ട ധൈര്യവും ആർജവും അംഗങ്ങൾക്ക് പകർന്നുകൊടുത്ത നേതൃസ്ഥാനമാണ് വെള്ളാപ്പള്ളിയുടേത്. അതാണ് അദ്ദേഹത്തിൻ്റെ മറ്റൊരു പ്രത്യേകത. നേരത്തെ പറഞ്ഞതുപോലെ ആ നേതൃത്വത്തിൽ യോഗം വളർന്നു, ട്രസ്റ്റ് വളർന്നു. ആ വളർച്ച കൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ നേതൃത്വ സിദ്ധി അളക്കാൻ നമുക്ക് കഴിയും. കേരളത്തിൻ്റെ സാമൂഹിക മുന്നേറ്റത്തിൽ പുരോഗമനപരവും നേതൃത്വപരവുമായ പങ്കുവഹിച്ചിട്ടുള്ള പ്രസ്ഥാനമാണ് SNDP. അത് കേവലം സാമുദായിക നവീകരണത്തിൽ മാത്രമായി ഒതുങ്ങി നിന്നില്ല. ശ്രീനാരായണ ഗുരു കേരളത്തിൻ്റെ സമഗ്രമായ വികസനം ലക്ഷ്യമിട്ടുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾക്കായിരുന്നു നേതൃത്വം കൊടുത്തത്. ഇന്ന് നമ്മുടെ കേരളം രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുകയാണ്. ആരും
സമ്മതിക്കുന്ന കാര്യമാണ്. രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിൽ മതത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ SNDP യോഗം ജനറൽ സെക്രട്ടറിയായി വെള്ളാപ്പള്ളി നടേശൻ 30 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായുള്ള ആദരിക്കൽ ചടങ്ങിൽ ആണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്.